മൈത്രിയേട്ടാ നമസ്തേ, നമസ്കാർ. അങ്ങ് പറയുന്ന പോലൊന്നും നമ്മുടെ നാട് ഒരിക്കലും നേരെയാകാൻ പോകുന്നില്ല. കാര്യം 199 അന്ധവിശ്വാസത്തിൻ്റെ കൂടാരത്തിലേക്ക് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഇപ്പോൾ വേണ്ടുന്ന നന്മ ചെയ്യുന്നവരെയല്ല, തിന്മ ചെയ്യുന്നവരെയും നാടിന് അക്രമം ഉണ്ടാക്കുന്നവരെയും മാത്രമാണ് ആവശ്യം. അതിന് നമ്മുടെ നിയമ സംവിധാനങ്ങളല്ല കുഴപ്പക്കാർ. 199 നമ്മുടെ ജനങ്ങളാണ്. കാര്യം വളർന്നു വരുന്ന മക്കളുമാരെ മാതാപിതാക്കൾ ശീലിപ്പിക്കേണ്ട ശീലവും വളർത്തേണ്ടതും അവർക്ക് ജോലിയാക്കേണ്ടതും ഒക്കെ അവരിൽ നിന്നാണ് ചെയ്യേണ്ടത്. ഈ ഇടത്തരം സാധാരണപ്പെട്ട മക്കളുമാരുടെ മാതാപിതാക്കൾ എന്താ ചിന്തിക്കുന്നത്? ഒരു പരിധിവരെ കുട്ടികൾ പറക്കപറ്റാറാകുമ്പം അവരെങ്ങനെയെങ്കിലും ജീവിച്ചോളും, അവരിത്ര ആയില്ലേ, അവർക്ക് വേണമെങ്കിൽ ജീവിച്ചോളൂ. ഈ ഒരു ചിന്താഗതി കൊണ്ട് ജീവിക്കുന്ന 199 ഉണ്ട് കേരളത്തിൽ സാധാരണപ്പെട്ട. അതേസമയം വലിയവൻ്റെ ആൾക്കാരെന്താ ചിന്തിക്കുന്നത്? എൻ്റെ മക്കളുമാർ ഞാൻ ജീവിക്കുന്ന പോലെ കഷ്ടപ്പെടാണ്ടും ഒരു ഏടാകൂടത്തിനും ചെല്ലാണ്ട് അവർ അന്തസ്സായിട്ട് ജീവിക്കണം, ആർക്കൊരു കുറവില്ല. ഈ രണ്ട് തട്ടിലാണ് നമ്മുടെ കേരളത്തിലെ. പിന്നെ അതിനെ ചിന്താശക്തി ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ചിന്താശക്തി ഇല്ലാത്തതിൻ്റെ പേരിലാണ്. എങ്ങനെ നാട് മുന്നോട്ട് നല്ല രീതിയിൽ പോകും? ഓരോ ദിവസം ചെല്ലുന്തോറും അക്രമങ്ങൾ കൂടുന്നതല്ലാണ്ട് കുറയുന്നില്ല. ചാനലിലും ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഓരോരോ ന്യൂസും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ ഇത് കാണുന്തോറും ഓരോ ദിവസം സംഭവങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കുക. ഇതിൻ്റെ കുറവ് വേണ്ടേ? ഹായ് മൈത്രി ചേട്ടാ, നമസ്തേ.